മൂന്നാം മുന്നണിയുടെ ശക്തി ഇരുമുന്നണികളും സമ്മതിച്ചെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കുട്ടനാട്ടിൽ NDA ജയിക്കുമെന്നുറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ. VS അച്യുതാനന്ദനെ വീട്ടിലിരുത്തണമെന്നാണ് ആഗ്രഹമെന്ന് വെള്ളാപ്പള്ളി ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. കുട്ടനാട് മണ്ഡലത്തിൽ BDJS സ്ഥാനാർത്ഥി സുഭാഷ് വാസുവിന്റെ വിജയം ഉറപ്പായെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വിവാദങ്ങളുടെ അർത്ഥം അതാണ്. ഇതുതന്നെയാണ് പല മണ്ഡലങ്ങളിലെയും സ്ഥിതി. കുട്ടനാട് ഞങ്ങൾ ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞൊന്ന് നിങ്ങൾ അംഗീകരിച്ചു. അങ്ങനെ പലയിടത്തും ഞങ്ങൾ ജയിക്കും. അതിന് ഇപ്പോഴേ ന്യായം കണ്ടുപിടിക്കാൻ. VS അച്യുതാനന്ദനെതിരെ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. VSനെ വീട്ടിലിരുത്തണമെന്നാണ് ആഗ്രഹമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. അങ്ങർക്ക് അൽസിമേഴ്സ് എന്നൊരു രോഗമുള്ളത് നിങ്ങൾക്കറിയാമോ? ആ അൽസിമേഴ്സ് ഉള്ള രോഗം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവ്. ആ ഓർമ്മക്കുറവുള്ള ആൾ ഇങ്ങനെ നിൽക്കാവോ? അദ്ദേഹത്തിന് എല്ലാം വീട്ടിലിരുത്തണം. ഇടതുമുന്നണിയെയും UDFനെയും BDJS സമീപിച്ചിരുന്നു. LDF ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. സുധീരനായിരുന്നു UDF ബാന്ധവത്തിന്റെ തടസ്സം. K. ബാബുവും അടൂർ പ്രകാശും അടക്കമുള്ളവരെ തോൽപ്പിക്കാൻ സുധീരൻ ശ്രമിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. അഭിമാനവും അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ ചെയ്യേണ്ടത് ഈ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക. അപ്പോൾ അവിടെ ഹൈക്കമാൻഡ് ആരായി മാറി? ഉമ്മൻചാണ്ടിയായി. ഇദ്ദേഹം ലോ കമാൻഡായി മാറി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.